മെയ് 1 മുതലാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ 2 റൺവേകളുടെയും അറ്റകുറ്റപ്പണി ഘട്ടം ഘട്ടമായി ആരംഭിച്ചത്. 80 ദിവസം നീണ്ട നവീകരണ ജോലികൾ പൂർത്തിയായതായും ഈ മാസം 21-ന് പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അധികൃതർ അറിയിച്ചു. അവസാന മിനുക്കുപണികൾ കൂടി പൂർത്തിയാക്കി ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ റൺവേ സർവീസിന് തുറന്നുകൊടുക്കും. 4000 മീറ്റർ നീളമുള്ള വടക്കൻ റൺവേയുടെ ഉപരിതലം പൂർണ്ണമായും നവീകരിച്ചു. തെക്കൻ റൺവേയിൽ കൂടുതൽ ലൈറ്റുകളും ടാക്സിവേകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇതോടെ അറ്റകുറ്റപ്പണി വേളയിൽ ജബലലിയിലെ ദുബായ് വേൾഡ് സെൻട്രലിലേക്കും ഷാർജയിലേക്കും താൽക്കാലികമായി മാറ്റിയ വിമാന സർവീസുകൾ തിരികെ ദുബായിലേക്ക് തന്നെ മാറ്റും. എന്നാൽ അറ്റകുറ്റപ്പണിക്ക് മുന്നേ തന്നെ അൽ മക്തൂമിലേക്ക് പ്രവർത്തനം മാറ്റിയ വിസ് എയർ, ഗൾഫ് എയർ, ജസീറ എയർവേസ്, ഖത്തർ എയർവേസ് എന്നിവ അൽ മക്തൂമിൽ നിന്ന് തന്നെ സർവീസ് തുടരും. വിമാന സർവീസുകൾ ഏതൊക്കെ എയർപോർട്ടിൽ നിന്നാണെന്നത് യാത്രക്കാർ വെബ്സൈറ്റ് നോക്കി ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ അറിയിച്ചു. യാത്രക്കാരുടെയും സർവീസുകളുടെയും എണ്ണം കൂടുന്നതനുസരിച്ച് വിമാനത്താവളത്തിന്റെ ശേഷിയും വർദ്ധിപ്പിക്കുന്നതിനാണ് റൺവേ നവീകരിക്കാൻ അധികൃതർ തീരുമാനിച്ചത്. മീഡിയ 1 ദുബായ്.